Statutory warning. This skit is not intended to insult or attack anyone. Please don't take it personally. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. ഈ സ്കിറ്റ് ആരെയും അധിക്ഷേപിക്കാനോ ആക്രമിക്കാനോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ആരും വ്യക്തിപരമായി കാണരുത്. SS രാജമൗലി ഒരുക്കിയ ബ്രഹ്മാണ്ഡ ചലച്ചിത്രം ബാഹുബലിയെ സെന്റ് അൽഫോൺസ പ്രയർ ഗ്രൂപ്പ് ഒന്ന് റീമേക്ക് ചെയ്തു. ഓണത്തിൽ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് ആഷ്ലി കൗണ്ടർ, കൊറിയോഗ്രഫി രമ്യ നോ, ഡബ്ബിംഗ് ഫ്രാൻസിസ് വൈലിംഗർ ആൻഡ് ഫാദർ ജിമ്മി ജെയിൻ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം മിഥുൻ കുഞ്ചറിയ. ടാമ്പയിലെ മലയാളി അസോസിയേഷനുകളുടെ ഓണാഘോഷങ്ങൾ അവസാനിച്ചു. ആഘോഷങ്ങളിൽ പ്രിൻസിപ്പലെയും ബെല്ലാരി ജിനോയും ഒരുപോലെ മികവ് തെളിയിച്ചു. എന്നാൽ ഫണ്ട് കൃത്യമായി ചെലവഴിച്ചത് മാനിച്ച് ഏറ്റവും കൂടുതൽ ലോൺ എടുത്ത് തട്ടിക്കൂട്ട് പരിപാടികൾ നടത്തിയ പ്രിൻസിപ്പലിയെ പുതിയ കോൺട്രാക്ട് ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ആണ്ടുതോറും SJSMCC സന്നിധാനത്തിൽ നടത്തിവരുന്ന ഓണാഘോഷങ്ങളുടെ കോൺട്രാക്ട് ഏൽപ്പിക്കാനുള്ള ടെൻഡർ വിളിച്ചു. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ പറഞ്ഞ സമയത്തിന് മുമ്പ് തീർത്തു കൊടുക്കുന്നവർക്ക് കോൺട്രാക്ട് സ്വന്തം. ആഘോഷങ്ങൾ നടത്തുമ്പോൾ ഒരു പ്രോഗ്രാം പോലും 5 മിനിറ്റിൽ കൂടാനോ ഒരാൾ ഒന്നിലധികം ഐറ്റത്തിൽ പങ്കെടുക്കാനോ പാടില്ല. പാരിഷ് കൗൺസിലിലെ പ്രോഗ്രാം കോർഡിനേറ്റർ വേണം ഇത് ചെയ്യാൻ. എവിടെ ഓണാഘോഷമൊക്കെ വരുമല്ലേ, പാരിഷ് ഹോളൊക്കെ വൃത്തിയാക്കാൻ പോയി കാണും. നീ എവിടെയായിരുന്നു ഭല്ല? ഞാൻ ആ മാത്തപ്പയെ ഒന്ന് സഹായിക്കുവാൻ. എവിടെയാ മാത്തപ്പ? വിളിക്കാവനെ. മാത്തപ്പ, നീ ഇതുവരെ എവിടെയായിരുന്നു മാത്തപ്പ? 13 സ്ഥലത്ത് ചോർച്ചയുണ്ടായിരുന്നു. അവിടെ എല്ലാം ഞാൻ ചരുവം വെച്ചു കൊടുത്തു. ചരുവം തികയാഞ്ഞത് കൊണ്ട് മാർട്ടിൻ കോക്കിയുടെ കടയിൽ നിന്ന് 2 എണ്ണം വാടകയ്ക്കെടുത്തു. എന്റെ ഊപ്പാട് വന്നു. ശരി, പൊയ്ക്കോളൂ. നീ ഇങ്ങനെ ചോർച്ചയെ കുറച്ച് നടന്നോ? എടാ, ശിജികാമി ദേവി ഓണാഘോഷങ്ങളുടെ ടെൻഡർ പിടിച്ചാൽ ആ കോൺട്രാക്ട് പ്രിൻസിപ്പലിക്ക് പോകും. അതൊരിക്കലും അനുവദിക്കരുത്. ഇനി ഇതിനെ കുറിച്ച് ചർച്ച വേണ്ട. ആ മാത്തപ്പ വീണ്ടും വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് മാറി നിൽക്കണം. ശിജികാമി ദേവി വരാൻ നേരമായി. എന്നോട് ആജ്ഞാപിക്കുന്നോടാ മാത്തപ്പ. പറ, എന്താ എന്റെ മകൻ ഭല്ലയ്ക്ക് കോൺട്രാക്ട് കൊടുക്കാത്തത്? എന്റെ മകന് സ്വന്തമായി ഏണിയില്ലാത്തത് കൊണ്ടാണോ? പറ. എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്താ, പണി ചെയ്യാൻ അറിയണ്ടേ? എല്ലാരും മാറി നിൽക്ക്. പള്ളിമാത വരുന്നു. അല്ല, അത് നമുക്ക് എങ്ങനെയെങ്കിലും തടയണം. വേഗം വേഗം. പ്രിൻസിപ്പലി,
കിട്ടാറില്ല. ചപ്പുകൾ തൂത്തുകൂട്ടിയേറ്റ ജോലികൾ തീർത്തുകൊണ്ട് പ്രിൻസ് നടന്നു പോകുന്നു. പ്രിൻസിപ്പലി, നിനക്കാണ് ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ കോൺട്രാക്ട്. ഒരു പ്രോഗ്രാമും 5 മിനിറ്റിൽ കൂടാൻ പാടില്ല. ഒരാൾ 1 കൂടുതൽ ഐറ്റത്തിൽ പങ്കെടുക്കാൻ പാടില്ല. ടോട്ടൽ 15 പ്രോഗ്രാമിൽ കൂടാൻ പാടില്ല. ഇതാണ് എന്റെ തീരുമാനവും ശാസനയും. 8ന്റെ പണിയായി പോയി. അതെന്താ? ഇത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ? പ്രിൻസേ, നിനക്ക് കൂട്ടിന് കുറച്ച് മെക്സിക്കൻസിനെ കൂടെ തരാം. 8ന്റെ അല്ല, 16ന്റെ പണിയാണ്. ഇവന്മാരോട് ഞാൻ ഇനി ഏത് ഭാഷയിൽ സംസാരിക്കും? ബംഗാളിയായിരുന്നാൽ ഹിന്ദി പറഞ്ഞു ഒപ്പിക്കാമായിരുന്നു. എങ്കിൽ നിനക്ക് സഹായത്തിന് ബംഗാളികളെ തരാം. പക്ഷേ അവരുടെ ഭക്ഷണവും താമസവും നീ തന്നെ നോക്കണം. ഭക്ഷണം നോക്കാം, താമസം നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതെന്താ പ്രിൻസേ നീ അങ്ങനെ പറഞ്ഞത്? ഉള്ള ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ തിന്നിട്ടാ അവന്മാർ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ എന്ത് വിശ്വസിച്ചാ ഇവന്മാരെ കൂടെ താമസിപ്പിക്കുന്നത്? മെക്സിക്കൻസ് മതി. ശരി, നിനക്ക് എവിടെ വേണേൽ പോയി പണിക്കാരെ കൊണ്ടുവരാം. പക്ഷേ സദ്യ നന്നായിരിക്കണം, എല്ലാം ഭംഗിയായി നടന്നിരിക്കണം. മാത്തപ്പ നിന്റെ കൂടെ വരും. മാമ, എങ്കിൽ നമുക്ക് വേഗം പുറപ്പെടാം. 2 കോക്കിയും 4 അസിസ്റ്റൻസും, പൂക്കളമിടാൻ 5 പേരും, പിന്നെ ഒരു പെണ്ണിനെയും കൂടി വേണം മാമ. പെണ്ണിനെ. പ്രിൻസേ, നീ എന്നെ എല്ലാ അർത്ഥത്തിലായി മാമാന്ന് വിളിക്കുന്നത്? അതെന്താ മാമ അങ്ങനെ ചോദിച്ചത്? അല്ല, പെണ്ണിനെ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാ. MC ചെയ്യാൻ ഒരു പെണ്ണിനെ വേണമെന്നാ പറഞ്ഞത്. തമാശ കളഞ്ഞിട്ട് വാ, ഒരുപാട് പണി കിടപ്പുണ്ട്. വേഗമാകട്ടെ, ആ മാർട്ടിൻ കോക്കി വന്നു കഴിഞ്ഞാൽ അറിയാലോ. മാമ, നമ്മൾ പോയതിൽ വെച്ച് ഏറ്റവും നല്ല സദ്യ കിട്ടുന്ന കടയാണിത്. സൂക്ഷിച്ചു നിന്നില്ലേ പണി കിട്ടും. ഹേയ്, നിങ്ങളാരാ? മാറി നിൽക്ക. മാർട്ടിൻ കോക്കി വരുന്നത് കണ്ടില്ലേ? നീ ആരുടെ ദേഹത്താ? മാമ, പ്രിൻസേ, നീ വേണമെങ്കിൽ എന്നെ മാത്തപ്പാന്ന് വിളിച്ചോ. ഈ മാമാന്ന് വിളിക്കുമ്പോ എനിക്ക് എന്തോ പോലെ. പ്രിൻസേ, ഈ വരവ് കണ്ടിട്ട് ഇവിടുത്തെ പേരുകേട്ട പാചകക്കാരനാണെന്ന് തോന്നുന്നു. കോക്കി, പിന്നെ സമയം ഒരുപാടായി. മലയാളി അസോസിയേഷന് കൊടുക്കാനുള്ള സദ്യക്ക് അടുപ്പ് കൂട്ടണം. അവനോട് പറ കൂട്ടി കൊടുക്കാൻ. മാർട്ടിൻ കോക്കി, അടുപ്പ് കൂട്ടി കൊടുക്കാൻ. അതിരിക്കട്ടെ, നിങ്ങളാരാ? ഞങ്ങൾ എന്തെങ്കിലും പണി കിട്ടുമോന്ന് അറിയാൻ വന്നതാ. ഇവന്മാരെ നിർത്തിയാ നമുക്ക് പണി കിട്ടോ? ആ, എന്തായാലും PC സെക്രട്ടറി ഡോളിസേന വരട്ടെ, അവള് വന്നിട്ട് തീരുമാനിക്കാം. അതാരാണാവോ ഈ ഡോളിസേന? SJSMCC പള്ളിയിലെ PC സെക്രട്ടറി. എത്ര സെക്രട്ടറിമാർ വന്നിട്ടും അവൾ എഴുതുന്ന റിപ്പോർട്ടിന്റെ 7 അയൽവക്കത്ത് വന്നിട്ടില്ല. അവൾ എഴുതുന്ന റിപ്പോർട്ട് വായിച്ചു കേൾപ്പിച്ചാൽ പിന്നെ ജനറൽ ബോഡിയിൽ ഒരുത്തനും തിരിച്ചൊന്നും ചോദിക്കത്തില്ല. അതാണ് ഡോളിസേന, MC ഡോളിസേന. നമ്മുടെ പള്ളി 2 പുതുമുഖങ്ങൾ. എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു വന്നതാ. കണ്ടിട്ടൊരു കള്ളലക്ഷണമുണ്ടല്ലോ. അയ്യോ, അത് ജന്മന ഉള്ളതാ. എന്റെ അപ്പനും വല്യപ്പനും ഒക്കെ ഈ ലക്ഷണം ഉണ്ടായിരുന്നു. അത് ശരി, അപ്പോൾ കുടുംബക്കാർ മുഴുവൻ കള്ളന്മാരാ. ആ, എന്തേലും ആകട്ടെ. മാർട്ടിൻ കോക്കി, ഇവരെ പണിയൊക്കെ പഠിപ്പിച്ചു കൊടുക്ക്. വാ, പണിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഇത് കത്തി, അരിയാൻ പറ്റില്ല. ഇത് ചട്ടുകം, ഇളക്കാൻ പറ്റില്ല. ഇത് ഗ്യാസ്, കത്തിക്കാൻ പറ്റില്ല. വാ, ഇനി തേങ്ങ പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം.
ആദ്യം നമ്മൾ ഒരു തേങ്ങയെടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് വെട്ടുകത്തി കൊണ്ട് ഇങ്ങനെ ഓങ്ങിയൊരു വെട്ട്. പൊട്ടി പൊട്ടി. ആ കൈയൊന്ന് കാണട്ടെ. അയ്യോ വേണ്ട. കാണിക്കാൻ. അയ്യോ എന്നെ ഒന്നും ചെയ്യാതിരിക്കല്ലേ, എന്നെ ഒന്നും ചെയ്യാതിരിക്കല്ലേ, എന്നെ ഒന്നും ചെയ്യാതിരിക്കല്ലേ. ഈ കൈ മേലനങ്ങി പണിയെടുക്കാത്തവന്റെ അല്ല, സ്ക്രൂ ഡ്രൈവറും പ്ലയറും ഏണിയും പിടിച്ച് തഴപ്പിച്ചവന്റെ കൈയാണ്. സത്യം പറ, ആരാ നീ? അത് ഒരു ഓണാഘോഷത്തിന് ഡോളിസേനയെ MC ആയിട്ട് വിളിക്കാൻ വന്നതാ. എന്ത് പറഞ്ഞു നീ? ഒരു പള്ളിയുടെ മുഴുവൻ സീലിംഗ് ഒറ്റയ്ക്ക് മാറ്റുന്നവൻ, 30 ഏക്കർ പറമ്പിലെ മരങ്ങൾ ഒറ്റയ്ക്ക് മുറിക്കുന്നവൻ, എന്നും പറഞ്ഞ് പള്ളിയിലെ പണികൾ ചെയ്യുന്നവൻ, SJSMCC പള്ളിയിലെ ഓണാഘോഷങ്ങൾ നടത്താൻ അവസരം കിട്ടിയ കോൺട്രാക്ടർ അമരവിള പ്രിൻസിപ്പലി. മാർട്ടിൻ കോക്കി, അസോസിയേഷൻകാരാകെ ചൂടില്ല. എത്രയും പെട്ടെന്ന് അവർക്ക് സദ്യ കൊടുക്കണം. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? പ്രിൻസേ, എന്തെങ്കിലും ഒരു പരിഹാരം? മാമ, നിന്നോട് എത്ര തവണ പറഞ്ഞു പ്രിൻസേ, എന്നെ മാമാന്ന് വിളിക്കല്ലേ എന്ന്? മാമ, 6 പേർക്ക് 1 പൗണ്ട് അരി, അവിയലിനുള്ള പച്ചക്കറി താമ്പാ ഗ്രോസറിയിൽ നിന്ന് തന്നെ മേടിക്കണം. ചീഞ്ഞതാണെങ്കിൽ വേറെ കട നോക്കണം. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഡിസ്കൗണ്ട് നമ്മൾ ചോദിച്ച് മേടിക്കണം. അല്ലെങ്കിൽ ആ തങ്കച്ചൻ 10 പൈസ കുറയ്ക്കത്തില്ല. വേഗം വേണം മാമ, വേഗം. നിങ്ങൾ നോക്കി നിൽക്കാതെ കത്തിയും ചട്ടുകവും എടുത്ത് എന്റെ കൂടെ വാ. ഇനിയൊട്ടും വൈകണ്ട ഡോളിസേന, കണ്ണാപ്പ എടുക്ക്. ഞാനോ? ഞാൻ MC ചെയ്യുന്ന ആളല്ലേ? അതൊന്നും ഇപ്പൊ നോക്കണ്ട കുമാരി. കണ്ണാപ്പ എടുത്ത് ചോറ് പോയി മാറ്റി. ഞാൻ ഒറ്റയ്ക്ക് ഇത് എങ്ങനെ ചെയ്യും? കുമാരി, 3 വിരൽ മടക്കി കണ്ണാപ്പി എടുത്ത് ചോറ് കോരി ഉറ്റുകൊട്ടയിലേക്ക് ഇട്ട് ഡോളിസേന. ഡോളിസേന എന്താ അങ്ങനെ ഒരു പേര്? ശരിക്കുള്ള പേര് ദേവസേന എന്ന. ന്യൂമറോളജി പ്രകാരം PC സെക്രട്ടറിക്ക് ഡോളിസേന എന്നുള്ള പേരാ ഭാഗ്യം. പേര് മാറ്റിയതിനു ശേഷം ഇപ്പോൾ ഡെയിലി റിപ്പോർട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡോളിസേന തേക്കുവോ? പിന്നെ എന്റെ സാരിയൊക്കെ ഞാൻ തന്നെയാ തേക്കാറ്. അതല്ല, MC ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ തേക്കുമോ? അതെന്താ ബലിയേട്ടാ അങ്ങനെ പറഞ്ഞത്? ഇനി ഞാൻ എന്നും നിങ്ങൾക്ക് സ്വന്തമല്ലേ? പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, പ്രിൻസിപ്പലിക്ക് പുതിയ MCയെ കിട്ടി. എന്താണ് നീ പറഞ്ഞത്? ആരാ അവന് പുതിയ MC? SJSMCCയിലെ MC ഡോളിസേന. അത് പാടില്ല. അവളെ എനിക്കറിയാം. എത്ര പേജിന്റെ റിപ്പോർട്ട് വായിച്ചാലും അവൾ തളരില്ല. പള്ളിയിൽ പറഞ്ഞു കേൾക്കുന്നത് പോലും 1000 ട്രസ്റ്റിമാർക്ക് ഡോളിസേന എന്ന. മോനെ ബല്ല, നോക്കൂ, ഇത് ടാമ്പയിലെ അമ്പലത്തിലെ ഓണാഘോഷത്തിന്റെ കോൺട്രാക്ട് ആണ്. ഇത് നീ ചെയ്യണം. ഇത് എന്നെ സമാധാനിപ്പിക്കാനാണോ പള്ളിമാത? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, ഏത് ഓണാഘോഷവും ഞാൻ ഏറ്റെടുക്കും. പക്ഷെ ഒരു കാര്യം, എനിക്ക് MC ആയിട്ട് SJSMCCയിലെ ഡോളിസേനെ തന്നെ വേണം. ശരി, നിന്റെ ആഗ്രഹം പോലെ ചെയ്തു തരാം. സേന, ഉടനെ ഡോളിസേനയെ ഇവിടെ വരുത്തൂ. പ്രിൻസിപ്പൽ ഇതാ ഡോളിസേനയുമായി വരുന്നു. പ്രിൻസേ, എന്താ ഇത്? ഇതാണ് എന്റെ പുതിയ MC
ഡോളി സേന. അത് പറ്റില്ല. ഇവളെ ഞാൻ ബല്ലയുടെ MC ആക്കാമെന്ന് വാക്കുകൊടുത്തു. ഇവളെ എന്റെ MC ആക്കാമെന്ന് ഞാനും വാക്കുകൊടുത്തു പള്ളിമാത. നിനക്ക് നിന്റെ വാക്കാണോ വലുത്, അതോ SJSMCCയുടെ കോൺട്രാക്റ്റോ? എന്റെ വാക്ക് ഞാൻ എഴുതുന്ന ചെക്ക് പോലെ ഉറപ്പുള്ളതാണ് മാതാ. എങ്കിൽ ഇനി SJSMCCയുടെ ഓണാഘോഷത്തിന്റെ കോൺട്രാക്ട് ബല്ലയ്ക്ക്. പ്രിൻസേ, നീ ഇനി അവന്റെ അസിസ്റ്റന്റ്. പള്ളിമാത, ഇതാണ് എന്റെ തീരുമാനവും ശാസനയും. പണിക്കാരെ വിളിക്ക്, സദ്യക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. പണിക്കാരെ, പാചകം ആരംഭിക്കുന്നു. ഇവിടെ കോക്കിക്ക് പച്ചക്കറി അരിയാനുള്ള കട്ടിംഗ് പട, ഇവിടെ അരി കഴുകി വെള്ളത്തിലിടാനുള്ള അരിപ്പട, ഇവിടം കോക്കിക്ക് പായസം ഇളക്കാനുള്ള ചട്ടുകപ്പട. ഈ സദ്യയുടെ കോൺട്രാക്ട് ഏറ്റെടുത്ത 400 പേർക്കാണ്. അത് 700 പേർക്ക് തയ്ക്കുമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. പ്രിൻസേ, അടുത്തത് നീ. വല്ല കോൺട്രാക്ടറുടെ അസിസ്റ്റന്റായി ഞാൻ സത്യം ചെയ്യുന്നു. എത്ര പപ്പടം വേണമെങ്കിലും ഒന്നിച്ചു പൊള്ളിക്കാനും, എത്ര സവോള വേണമെങ്കിലും അരിഞ്ഞു കൊടുക്കാനും, കോക്കിയുടെ കൂടെ നിന്ന് ഈ പണി എത്രയും വേഗം തീർക്കുമെന്നും ഞാൻ സത്യം ചെയ്യുന്നു. പച്ചക്കറി അരിയൽ തുടങ്ങട്ടെ. പ്രിൻസേ, നീ അപ്പുറം. പെണ്ണുങ്ങൾ എവിടെ? ഡോളിസേനെ, നീ എവിടെ? പെട്ടെന്നിരുന്ന് പച്ചക്കറി അരിഞ്ഞു തീർന്നു. ഡോളിസേനെ, അടുത്തത് നീ. ദേഹത്ത് തൊടുന്നു, നിന്നെയില്ല ഞാൻ. അയ്യോ, എന്റെ കറിത്തവി. എന്താ എന്താ ഇവിടെ? ഇവൾ എന്റെ കറിത്തവി വലിച്ചത്. നിനക്ക് ഇത്ര അഹങ്കാരമോ? പ്രിൻസ് അല്ലേ ഇവിടെ ഇവിടെ കൊണ്ടുവന്നത്? പ്രിൻസിനെ വിളിക്ക്. പ്രിൻസേ. എന്നെ വിളിച്ചോ പള്ളിമാത? ആ, വിളിച്ചു. ഇവൾ വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഞങ്ങൾ വരി വരിയായിരുന്ന പച്ചക്കറി അരിയുകയായിരുന്നു. അപ്പോൾ ഇയാൾ എന്റെ അടുത്ത് വന്ന് എന്റെ ദേഹത്ത് കയറി പിടിച്ചു. അപ്പോൾ ഞാൻ ഇവന്റെ കഴുത്തൽ വലിച്ചെറിഞ്ഞു. ഡോളിസേന, നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ ദേഹത്ത് കൈവയ്ക്കുന്നവന്റെ കൈത്തവിയല്ല വലിച്ചെറിയേണ്ടത്. വലിച്ചെറിയേണ്ടത് അവന്റെ കിണ്ടിയാണ്. അയ്യോ, എന്റെ കിണ്ടി പോയേ. പ്രിൻസിന്റെ MC-യെ തൊടുന്നതും പ്രിൻസിന്റെ AV-യിൽ തൊടുന്നതും ഒരുപോലെയാണെന്ന് അറിയില്ലേ നിനക്ക്? പ്രിൻസേ, എന്റെ മുമ്പിൽ വെച്ചോ നിന്റെ ധിക്കാരം. ഇന്ന് മതിയാക്കിക്കോ നിന്റെ ഇവിടുത്തെ പണി. Get out from this church. അവിടുന്ന് പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ പള്ളിമാത. ഇതും അനുസരിക്കുന്നു. വരൂ ഡോളിസേനെ, നമുക്ക് പോകാം. ഹലോ, എടാ ബെൻസ്, അല്ല പ്രിൻസ്, ഞാനാടാ, ജിമ്മി അച്ഛനാ. അച്ഛൻ ഇതിൽ ഇടപെടണ്ട. ഓടിവാ കണ്ട, ചാടിവാ മൊണ്ണെ. 22 വർഷമായടാ പ്രിൻസേ ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. ഇതിനിടയിൽ പല ഇടവകളിലും ഞാൻ ഭരിച്ചിട്ടുണ്ട്. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നത്? എന്നെ? എടാ, ഈ ജിമ്മി അച്ഛൻ ടാമ്പെ വന്നിട്ടുണ്ട്, ഇവിടുത്തെ വികാരിയായിട്ടുണ്ട്. നീ ജിമ്മി അച്ഛന് ഇനിയും ഒരുപാട് അറിയാനുണ്ട് അനിയാ. ഈ ഓണപ്പരിപാടി നടത്തുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്കാ. അത് നടത്തുന്നത് ഈ ഇടവക്കാർക്ക് വേണ്ടിയാ. ആരുണ്ടേലും ഇല്ലേലും അവരത് നടത്തും. അതുകൊണ്ട് ഇടവകക്കാര് പറയും, നീയൊക്കെ കേൾക്കും. അപ്പൊ അങ്ങനെയാ, ഒരുമിച്ച് വിളിക്കുമല്ലേ? Let
One